പിള്ളേ, ഈ കണക്ക് ശരിയാവുന്നില്ലല്ലോ. കുറച്ച് കുറവ് കാണുന്നുണ്ടല്ലോ. സത്യമേ, അത് മില്ലിലെ കാശ് കുറച്ച് കിട്ടാനുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അച്ഛന്റെ മക്കള് പോകുമ്പോണ്ടായിരുന്ന പഠിപ്പാണല്ലോ, അനങ്ങിയിട്ടില്ലല്ലോ. ആ പൊന്നി, 2 ചായ കൂടി എടുക്ക. അല്ലെങ്കിൽ ഈ ചായ ഇവർക്ക് കൊടുക്ക. അതെ 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 അതെ, ചായയൊക്കെ പിന്നെ എടുക്കാം. അമ്മ ഒന്ന് എഴുന്നേറ്റമ്മ. എന്താടാ? എഴുന്നേറ്റമ്മ, പറയാം. എന്തോ കാര്യമായിട്ട് നിനക്ക് തരാനാ ഭാമേ? അങ്ങോട്ട് എഴുന്നേറ്റ് വാങ്ങിക്ക്. അമ്മ എഴുന്നേക്കമ്മ. ഞാൻ എഴുന്നേക്കാം. ഈ ചെറുക്കന്റെ കാര്യം എന്താടാ? ഇനി ആ പണം അമ്മയുടെ കൈ കൊടുത്തിട്ട് കാലോട്ട് വന്നിക്കാൻ നോക്ക്. എന്തൊക്കെയാടാ നീ ഇവനെ കൊണ്ട് ചെയ്യിക്കുന്നേ? അമ്മ ഈ പണം വാങ്ങിക്കേ. കാലോട്ട് വന്നിക്ക്. സത്യമേ, അമ്മേ, അവനെ നന്നായിട്ടൊന്ന് അനുകരിച്ചേ. പുതിയ അപ്പോയിന്റ്മെന്റ് ആന്നേ. മതി, എഴുന്നേക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുവാടാ ഇത്? എന്റെ അമ്മയുടെ പുതിയ ശിഷ്യനാ. ശിഷ്യനോ? എനിക്ക് ചിലപ്പോ കുടുംബമായിട്ട് ചില യാത്രകളൊക്കെ പോകേണ്ടി വരും. അപ്പൊ ദേ ഈ വിഷ്ണുവിന് പകരം ദേ മറ്റൊരു വിഷ്ണു. ഇനി മുതല് ഇവനായിരിക്കും അമ്മയുടെ കളക്ഷൻ മറ്റും നോക്കുന്നത്. അല്ല, അവനതിന് ദുബായിലൊക്കെ പാന്നിക്കല്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നീ ചെയ്യുന്ന പോലെ തന്റെ അടുത്തുള്ള ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുമോ? അതെന്തപ്പോ പറ്റാത്ത? എന്റെ അച്ഛ ഇവൻ മിടുക്കനാ. ഇതേ ഇന്നിവൻ 4 സ്ഥലത്ത് നിന്ന് കാശ് കളക്ട് ചെയ്തു. അതിലിതേ 3 മാസത്തേക്ക് തരാനുള്ള പലിശയും പിന്നെ ഈ മാസത്തെ പലിശയും. അല്ല, മാസം തുടങ്ങാൻ പോകുന്ന ആലോചിക്കണമ്മ. എന്നിട്ട് ഈ മാസത്തെ പലിശ കൂടെ അവൻ വാങ്ങിക്കണമെങ്കിലേ ഇവൻ ഈ പണിയിൽ മിടുക്കനാണോ? അമ്മ പറ, ഇവൻ മിടുക്കനാണോ? ശരി. അതെ, ഇവ ഈ പാവത്താൻ പോലെ നിക്കുന്നേ ഉള്ളൂ. കാഞ്ഞ ബുദ്ധിയും ഒടുക്കത്തെ ധൈര്യ. ഇവനെ ഈ പണിക്കേ എന്നെക്കാളും കറക്റ്റാ. ഞാനേ എനിക്ക് അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കാര്യങ്ങളൊക്കെ സംസാരിക്കും കേട്ടാ. മക്കളെ, അച്ഛൻ പോയിട്ട് വരാം. പോയിട്ട് വരാം. അല്ല വിഷ്ണു ബ്രോ,